പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രശസ്ത ഗസൽ ഗായകനായിരുന്ന ഉമ്പായിയുടെ നാമധേയത്തിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുന്നതിന് പ്രാരംഭ ചെലവുകൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. പൂച്ച പെറ്റി കിടക്കുന്ന പൊതുഖജനാവ്. ആ പൊതുഖജനാവിൽ നിന്ന് നമ്മുടെ സതീശൻ മന്ത്രി അല്ലെങ്കിൽ നമ്മുടെ പൂക്കി CM അദ്ദേഹം പ്രഖ്യാപിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബഡ്ജറ്റ് പ്രഖ്യാപനം. അതായത് കേരളത്തിന്റെ പൊതുകടം എത്ര കോടിയാണെന്നാണ് ഇവർ പറഞ്ഞത്. പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ ഭരണത്തിൽ നിന്ന് തോറ്റിറങ്ങി പോകുന്ന സമയത്ത് ഇവർ പറഞ്ഞത് പൊതുഖജനാവിൽ ഒന്നും ബാക്കി വെക്കാതെ എല്ലാം കാലിയാക്കിയിട്ട് എല്ലാം എടുത്ത് പുട്ടടിച്ചിട്ടാണ് ഇവർ ഇറങ്ങിപ്പോയിരിക്കുന്നത്. അത് തന്നെയുമല്ല, ധവളപത്രം ഞങ്ങൾ പുറത്തിറക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ധവളപത്രം പുറത്തേക്ക് ഇറക്കുന്നു. ആ ധവളപത്രത്തിന്റെ കണക്കനുസരിച്ചിട്ട് കേരളത്തിന്റെ മൊത്തം പൊതുകടമെന്ന് പറയുന്നത് 5.07 ലക്ഷം കോടിയാണ്. ഇത്രയും കോടിക്കണക്കിന് രൂപ, ലക്ഷം കോടിക്കണക്കിനെന്ന് വേണമെങ്കിൽ പറയാം, 1 കോടി 2 കോടിയൊന്നും അല്ല, 5.7 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ കേരളത്തിന്റെ പൊതുകടം. ഇപ്പോഴത്തെ ധവളപത്രം, ഇവരുടെ ധവളപത്രം അനുസരിച്ചിട്ടാണെങ്കിൽ അത്രയും കടം കിടക്കുന്ന സമയത്ത്, അത്രയും ഒരു ബാധ്യത കിടക്കുന്ന സമയത്ത് സലീം കുമാറിന്റെ പേരിലും ഒരു ഗായകന്റെ പേരിലും ഒക്കെ സ്മാരകം നിർമ്മിക്കാനായിട്ട് 1 കോടി രൂപ നീക്കി വെക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മാറ്റി വെക്കുന്നു എന്ന് പറയുമ്പോൾ, ഇവരെ അനുകൂലിക്കുന്ന, ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വികസനങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സലീം കുമാറിന്റെ രാഷ്ട്രീയം എന്തായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. സലീം കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുന്നോട്ട് വെച്ചിരുന്ന രാഷ്ട്രീയം വലതുപക്ഷത്തിനോട് അനുഭാവമുള്ള ആ ഒരു രാഷ്ട്രീയമായിരുന്നു, അല്ലെ വലതുപക്ഷത്തിനോട് ചേർന്ന് നിന്നിരുന്നൊരു രാഷ്ട്രീയമായിരുന്നു. ആ രാഷ്ട്രീയം മനസ്സിലായതുകൊണ്ട് തന്നെയായിരിക്കണം സതീശൻ എന്ന് പറയുന്ന പൂക്കി മുഖ്യമന്ത്രി ഇന്ന് ഈ പറയുന്ന രീതിയിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം പണിയാനായിട്ട് ഒരു വഴിയൊരുക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്മാരക നിർമ്മാണത്തിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഈ സ്മാരകം നിർമ്മിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ മറ്റുള്ള പദ്ധതികളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് സ്മാരക നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഊന്നൽ നൽകുന്നത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ വേണ്ടെന്ന് വെച്ചതുകൊണ്ട് നമ്മൾ പറയേണ്ടതായിട്ടുണ്ടല്ലേ. ഒന്ന്, ക്ഷേമ പെൻഷൻ, സ്ത്രീകളുടെ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്ന ക്ഷേമ പെൻഷൻ എടുത്തു കളഞ്ഞത്, അല്ലെ നിർത്തലാക്കിയതിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവർ ആ ഒരു പെൻഷൻ ഇനി നടപ്പിലാക്കുന്നില്ല. 1000 രൂപ വെച്ചിട്ട് സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു പെൻഷൻ അതിനി ഞങ്ങൾ നടപ്പിലാക്കാനായിട്ട് പോകുന്നില്ല, അത് വെട്ടിക്കുറച്ചിട്ട് ഈ സൗജന്യ യാത്രകൾ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് ഇവർ പറഞ്ഞു. പിന്നെ വിദ്യാർത്ഥിനികൾക്ക് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. വിദ്യാർത്ഥിനികൾക്ക് എല്ലാ മാസവും 1000 രൂപ വെച്ചിട്ട് കിട്ടുന്ന രീതിയിൽ അവർക്കൊരു അലവൻസ് കൊടുക്കുക. ഈ ഒരു പദ്ധതി ഇതിവര് ഇലക്ഷന് മുൻപ് പ്രചാരണ വേളയിൽ പറഞ്ഞൊരു കാര്യമാണ് അല്ലേ. അതേപോലെ തന്നെ ആശമാരുടെ വേതനം, ഓണറേറിയം 12,000 രൂപ എന്നുള്ളത്, അല്ലെങ്കിൽ 9,000 രൂപ എന്നുള്ളത് 21,000 രൂപയാക്കി മാറ്റുമെന്ന് ഇവർ പറഞ്ഞു. അതിപ്പോൾ എവിടെ നിൽക്കുന്നു? വെറും 2,000 രൂപ കൂട്ടിയിട്ട് 12,000 രൂപയാക്കി കൊടുത്തു, അല്ലെങ്കിൽ 3,000 രൂപ കൂട്ടിയിട്ട് 12,000 രൂപയാക്കി കൊടുത്തു. അതും ഈ പറയുന്ന ബഡ്ജറ്റിൽ ഇല്ലെന്നേ. പിന്നെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പിലാക്കാതെ സ്മാരകത്തിന്റെ പിന്നാലെ ഓടുന്ന പൂക്കി മുഖ്യമന്ത്രിയുടെ ആ ഒരു നിലപാടും ആ ഒരു വ്യക്തിത്വവും എന്താണെന്ന് നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വയനാട്ടിലെ ടൗൺഷിപ്പിനെ പറ്റി നമുക്കറിയാം. ഭരണം മാറി, ആളുകൾ മാറി, വയനാട് ടൗൺഷിപ്പ് ഇപ്പോഴും അതേപോലെ തന്നെ അവിടെയുണ്ട്, അതേപോലെ തന്നെ അവിടെയുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയനാട് ടൗൺഷിപ്പ് എന്താണോ ഇടതുപക്ഷ സർക്കാർ ചെയ്തു വെച്ചിരുന്നത്, അതിൻ്റെ ബാക്കി ഇടതുപക്ഷ സർക്കാർ പോയതോടുകൂടി ആ ചെയ്തു വെച്ചതിൻ്റെ പാതിയായിട്ട് അതവിടെ കിടപ്പുണ്ട്. ആരോ കഴിച്ച ആഹാരം കിടക്കുന്നത് പോലെ അതവിടെ കിടക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ, ആരും ഒന്നും ചെയ്യാതെ അതിനെ ആ ഒരു വഴിക്ക് അനാഥപ്രേതം പോലെ ആ ഒരു സ്ഥലത്തിന് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ പല വീഡിയോസും നമ്മൾ പങ്കുവെച്ചതാണല്ലേ. അതായത് വയനാട് ടൗൺഷിപ്പിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു സർക്കാരും, ഇടതുപക്ഷ സർക്കാർ ചെയ്തു വെച്ചിട്ട് പോയ കാര്യങ്ങൾ വലതുപക്ഷ സർക്കാർ എടുത്ത് നടത്തുന്നില്ല, അതിൻ്റെ പിന്നാലെ അല്ല അതിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പങ്കുവെച്ചിരുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ്. അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അത് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെച്ചിരുന്നൊരു വീഡിയോ കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ ഒരു സ്മാരക നിർമ്മാണത്തിന് വേണ്ടിയിട്ട് VD സതീശൻ ഈ ഒരു ഫണ്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പം ഇങ്ങനെ എല്ലാവർക്കും എന്താ പറയുക, പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നൊക്കെ പറയുന്നത് പോലെ ആളുകളെ മണ്ടന്മാരാക്കിക്കൊണ്ട്, എലിയെ പുലിയാക്കിക്കൊണ്ടൊക്കെയുള്ളൊരു പ്രഹസനമാണ് ഇവരിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പണി, അല്ലെ വോട്ട് ചെയ്ത ജനങ്ങളുടെ നെഞ്ചിൽ കുത്തുക എന്നൊക്കെ പറയുന്ന ഒരു വൃത്തികെട്ട നെറികെട്ട രാഷ്ട്രീയം
അത് കളിക്കുകയല്ലേ ഇന്ന് പൂക്കി CM. ഇന്ന് ചിരിയും കളികളും ഒന്നും ഇല്ലെന്നേ. പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഇവരുടെ ഈ നിലപാടിനെ ഇവരുടെ ഈ നയത്തിനെയും ഒക്കെ എതിർത്ത സമയത്ത് നമ്മുടെ പൂക്കി CM പറഞ്ഞത്, നിങ്ങൾ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങളൊന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇത്രയും നാൾ ഇവിടെ നിന്നിട്ട് ചെയ്തത്, ഞങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി വെച്ചിട്ട് പോയത്, ബാക്കി വെച്ചിട്ട് പോയെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് VD സതീശൻ എതിർക്കുന്നത്. പിന്നെ PM ശ്രീയെ പറ്റി ചോദിക്കുമ്പോൾ അതിനുമുണ്ട് കേട്ടോ, നമ്മുടെ മേനോൻ സാറിന് കുറേ മെഴുകാനായിട്ട് കാര്യങ്ങൾ. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ മാധ്യമങ്ങളുടെ അടുത്ത് വലിയ ചിരികളൊന്നും ഇല്ലാതെ അവരെ ശകാരിക്കുകയും അവരെ കടിച്ചു കീറാൻ നിൽക്കുകയും ചെയ്യുന്ന ഒരു രീതി അവിടെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ആരാ ഒപ്പിട്ടത്? ഒറ്റ ചോദ്യം. അല്ലല്ല, കേൾക്ക്. ആരാ ഒപ്പിട്ടത്? പിണറായി വിജയൻ സർക്കാർ കൂടിയാലോചനകൾക്ക് ശേഷം ഒപ്പിട്ടിട്ടതിനെ ന്യായീകരിച്ചു അല്ലേ? ന്യായീകരിച്ചല്ലോ. എന്നിട്ട് പറഞ്ഞു പിൻവലിക്കാനുള്ള കത്തല്ല അയച്ചത്. ഞാൻ പത്രസമ്മേളനത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞാൻ മരവിപ്പിക്കാനുള്ള കത്ത്. ഈ എഗ്രിമെന്റില് രണ്ടിന്റെ അർത്ഥത്തിന് വ്യത്യാസം എന്താണ്? ഏത് പ്രൊവിഷനാണുള്ളത്? ഒരു എഗ്രിമെന്റ് അല്ലേ? സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും കൂടി ചെയ്യുന്ന ഈ എഗ്രിമെന്റ് എന്റെ കയ്യിലുണ്ട്. മരവിപ്പിക്കാൻ ഏത് പ്രൊവിഷനാണുള്ളത്? ഇനി ഞങ്ങളോട് ചോദിക്കുന്നത് എന്താ? നിങ്ങൾക്ക് പിന്മാറാമായിരുന്നില്ലേ? നിങ്ങൾക്ക് പിന്മാറായിരുന്നില്ലേ? ഒപ്പിട്ട് കഴിഞ്ഞപ്പോ പിന്മാറായിരുന്നില്ലേ? ഞാൻ അതും കൂടി പറഞ്ഞുതരാം. പിന്മാറാനുള്ള ഒരു പ്രൊവിഷനും ഇതിന്റെ അകത്തില്ല, ഈ നിയമത്തിലില്ല. പിന്മാറാനുള്ള ഒരു സംഭവം ഇതിന്റെ അകത്തില്ല. അത് അടിമകൾക്ക് കാണില്ല സതീശൻ ജി. ആണത്തമുള്ള നട്ടലിന് ഉറപ്പുള്ള ആളുകൾക്ക് പിന്മാറാനായിട്ട് സാധിക്കും. ഒപ്പിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ആ ലിസ്റ്റിൽ പോലും കേരളം വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഒപ്പിട്ടു, കേരളത്തിനെ കേന്ദ്രത്തിനുമായിട്ട് വിറ്റു, നിങ്ങൾ പിണറായി വിജയൻ വിറ്റു എന്നൊക്കെ പറയുന്നത്? അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ സതീശൻ ജി? നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളുടെ കൂടെയുള്ള മണ്ടന്മാരായിട്ടുള്ള അണികൾ കാണും. ഈ കഥകളൊക്കെ അവന്മാരോട് പോയി പറയുക. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ജയ് വിളിക്കാനായിട്ടിരിക്കുന്ന കുറച്ച് വലതുപക്ഷ മാധ്യമങ്ങളും കാണും. അവരോടും പോയി വേണമെങ്കിൽ ഇത് പറയുക. അല്ലാതെ കേരളത്തിലെ നല്ലൊരു ശതമാനം ബുദ്ധിയുള്ള ജനങ്ങളുടെ അടുത്ത് ഈ മുട്ടാപ്പോക്കിനെയും മണ്ടത്തരവുമായിട്ട് വരരുതേ. വെറും പുച്ഛം മാത്രമേ തോന്നുള്ളൂ. ഒരു കേരളത്തിലെ മുഖ്യമന്ത്രിയോടാണ്, അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് ഓർക്കണം. വെറും പുച്ഛം മാത്രമേ നിങ്ങളെപ്പറ്റി തോന്നുന്നുള്ളൂ. ഏതൊരു മുഖ്യമന്ത്രിയാണെന്നുണ്ടെങ്കിലും, ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും, ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്നുണ്ടെങ്കിലും, ഏതൊരു ജനപ്രതിനിധി ആണെന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ജനഹിതം അറിഞ്ഞ് അവരിൽ ഒരാളെ പ്രവർത്തിക്കാൻ സാധിക്കണം. അല്ലാതെ ഏതോ സംഘികളുടെയോ ഏതോ ഒരാൾ പറഞ്ഞതെന്ന് കേട്ടിട്ട് അതെടുത്തുകൊണ്ട് വന്ന് സംസാരിക്കുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും അങ്ങനെ ചെയ്യുന്നത് ശരിക്കും ഒരു നല്ലൊരു ജനപ്രതിനിധി അല്ല സാറേ, അല്ലെങ്കിൽ മേനോൻ സാറേ. ഇത് വെറും വൃത്തികെട്ട ഇരട്ടത്താപ്പാണ്. ഏത് പൊളിറ്റിക്സ് എന്നല്ല പറയാം, പൊളിട്രിക്സ് എന്നാണ് പറയേണ്ടത്. നിങ്ങൾ നല്ല ട്രിക്സ് കളിക്കുകയാണ്. ഈ ട്രിക്സ് കളിക്കുമ്പോൾ നിങ്ങളെ അനുകൂലിക്കാനായിട്ട്, നിങ്ങൾ പറയുന്നതിനെല്ലാം ജയ് വിളിക്കാനായിട്ട് ഇവിടുത്തെ കുറച്ച് മാധ്യമങ്ങൾ കൂടെ നിൽക്കുന്നു. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ബാക്കി ഒന്ന് കേട്ട് നോക്കാം. പറ്റില്ല. പിന്മാറാൻ അധികാരമുള്ളത് കേന്ദ്ര ഗവൺമെന്റിനും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനും കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ ലിറ്ററസി വകുപ്പിനും മാത്രമേ ഉള്ളൂ. 3 ഏജൻസികൾ കേന്ദ്ര ഗവൺമെന്റ് അടക്കം പിന്മാറാൻ. സംസ്ഥാന ഗവൺമെന്റ് ഇതിന്റെ അകത്ത് പാർട്ടിയായാൽ പിന്മാറാൻ 1 മാസത്തെ നോട്ടീസിൽ പിന്മാറാൻ അധികാരം കേന്ദ്രത്തിന് മാത്രമേ ഉള്ളൂ. ഇവർ ഒപ്പിട്ടപ്പോ തന്നെ കേരളം അതിന്റെ ഭാഗമായി. അയ്യോ, അറ്റ്ലീസ്റ്റ് ഒരു എതിർപ്പെങ്കിലും നിങ്ങൾക്ക് രേഖപ്പെടുത്തിക്കൂടായിരുന്നോ? നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതിരൂക്ഷമായിട്ട് എതിർത്തിരുന്ന ഒരു കാര്യമാണ് PM ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതിയിലെ വിദ്യാഭ്യാസ മന്ത്രി, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടി പോയി ഒപ്പിട്ടൊരു കാര്യത്തിനെ. അങ്ങനെ അന്ന് എതിർത്ത നിങ്ങൾക്ക് എന്തുകൊണ്ട് ഭരണപക്ഷമായ സമയത്ത് ഇതിനെ എതിർത്തുകൂടാ? ഞങ്ങൾക്കിത് നടപ്പിലാക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ വലിയ എഗ്രിമെന്റും വലിയ പേപ്പറും ഒക്കെ എടുത്തു പിടിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ ചർച്ചയിലൊക്കെ വരുന്നുണ്ടല്ലോ. നിങ്ങൾ ഏതെങ്കിലും, അതായത് ഈ പറയുന്ന PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് ഇടതുപക്ഷ സർക്കാർ ഒപ്പിട്ടൊരു പദ്ധതിയാണ്, ഞങ്ങൾ അതുമായിട്ടൊരു ബന്ധവുമില്ല, ഞങ്ങൾ രാഷ്ട്രീയം മാറി, പൊളിറ്റിക്സ് മാറി, അല്ലെങ്കിൽ ഈ ഭരണപക്ഷം മാറി, അപ്പം ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു പേപ്പർ കേന്ദ്രത്തിന് അയച്ചതായിട്ട് എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ പറ്റുമോ സതീശൻ ജി? ഞാൻ അണികളോടും ചോദിക്കുകയാണ്, കൊങ്ങികളുടെ അടിമകളോടുകൂടി ചോദിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചതാ. പിണറായി വിജയൻ ഒപ്പിട്ട ഏതോ ഒരു പേപ്പറിന്റെ പേരും പറഞ്ഞുകൊണ്ട്, അല്ലെ പിണറായി സർക്കാർ ഇരിക്കുന്ന സമയത്ത് ഒപ്പിട്ട ഏതോ ഒരു പേപ്പറിന്റെ പേരും പറഞ്ഞുകൊണ്ട് വെറുതെ ഇങ്ങനെ കള്ളക്കളി കളിക്കല്ലേ, അല്ലെ വെറും നാട്യം കളിക്കരുതേ. ഇതൊക്കെ വിശ്വസിക്കാനായിട്ട് നിങ്ങളുടെ അടിമകളുണ്ടല്ലോ, ആ അടിമകളോട് പറഞ്ഞാൽ മതി. ഇവിടുത്തെ നല്ലൊരു ശതമാനം ജനങ്ങളും, ബുദ്ധിയുള്ള പ്രബുദ്ധ കേരളത്തെ ജനങ്ങൾ ഇത് വിശ്വസിക്കില്ല സതീശൻ ജി. ഇതിന് പകരം വേറെ എന്തെങ്കിലും പുതിയ കഥകളുമായിട്ട് നിങ്ങൾ ഇറങ്ങണം. അല്ലെങ്കിൽ ഈ കഥകൾ വെറും പ്രഹസനം മാത്രമാണ് നമുക്കറിയാം. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഈ ഒരു നിലപാട്, അല്ലെ കേന്ദ്രവുമായിട്ടുള്ള ഈ ഒരു സഖ്യം ചേരൽ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല.
നമ്മൾ സഹിച്ചേ പറ്റൂവെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഈ ഒരു പദ്ധതിയിൽ നിന്ന് പിന്മാറാനായിട്ട് സാധിക്കില്ല, അങ്ങനത്തെ രീതിയിലാണ് ഒപ്പിട്ട് കൊടുത്തതെന്നൊക്കെയാണ് വി.ഡി. സതീശൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ അന്ന് ഈ ഒരു പദ്ധതിയിൽ ഒപ്പിട്ട് ആ ഒരു മാസത്തിനകം തന്നെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാമായിരുന്നിട്ടും എന്തുകൊണ്ട് കേന്ദ്രം നടപ്പിലാക്കിയില്ല? കേന്ദ്രം തന്നെ അപ്പീൽ പോയൊരു കേസൊക്കെ നമുക്കറിയാം. അതായത് ഈ ഒരു പദ്ധതിയിൽ ഒപ്പിട്ടിട്ട് പദ്ധതിയുമായിട്ട് മുന്നിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം ഹൈക്കോടതിയിൽ അപ്പീലുമായിട്ട് പോയൊരു കേസുണ്ടായിരുന്നു. അതുവരെയും വാർത്തകളിൽ നമ്മൾ കണ്ടതാണല്ലേ. അപ്പം അങ്ങനെയൊക്കെ കേരളം ഒരു രീതിയിലും സംഘീവൽക്കരണത്തിനോ അല്ലെ കാവ്യകളസവൽക്കരണത്തിനോ വേണ്ടിയിട്ട് സംഘികൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം മുണ്ടും മടക്കി കുത്തി അല്ലെ ആണത്തമാരുടെ മുന്നിൽ പണയം വെക്കാതെ നിന്നതുകൊണ്ട് തന്നെയാണ് ഇവന്മാർക്ക് ഇവിടെ കയറി മെഴുകാനായിട്ടോ ഇവന്മാർക്ക് ഇവിടെ കയറി താളം ഇടാനായിട്ടോ ഒരു അവസരം കിട്ടാഞ്ഞത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിനെ വിജയിപ്പിച്ചുകൊണ്ട് BJP ഭരിക്കുന്ന ഒരു രാഷ്ട്രീയം വന്നപ്പോൾ അവരതെല്ലാം മുതലെടുക്കുകയാണ്. എന്നിട്ട് പറയാനുള്ളൊരു പേരെന്താണ്? ഇത് ഇടതുപക്ഷം ഒപ്പിട്ട് കൊടുത്തുകൊണ്ടാണെന്നുള്ളത്. ചിലവന്മാർ വന്ന് കമന്റ് ബോക്സിലൊക്കെ എഴുതുന്നുണ്ട്, എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി പോയി ഒപ്പിട്ടത്? നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞല്ലോ അന്ന് വലിയ വികസനങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ, എന്നിട്ട് എന്തിനാണ് ഒപ്പിട്ട് കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് അണിക്കുട്ടന്മാരെ. അതായത് ആ ചോദ്യത്തിൽ എന്താണ് ഉത്തരവെന്ന് വെച്ച് കഴിഞ്ഞാൽ വികസനം, ആ വികസനങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇടതുപക്ഷം ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഈ PM ശ്രീയിൽ ഒപ്പിടുന്നതോടുകൂടി എന്താണ് വികസനം മുന്നിലേക്ക് കാണുന്നത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന കുട്ടികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട സ്കൂളുകളുടെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഒപ്പിട്ടത്. അല്ലാതെ നീയൊന്നും പറയുന്ന പോലെ സംഘികളുടെ മുന്നിൽ പോയി കുനിഞ്ഞു നിൽക്കാനോ അവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാനോ ഒന്നും അല്ല ഒപ്പിട്ടത്. അപ്പോൾ ഇതിന് സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കാണിക്കുന്ന ഇരട്ടത്താപ്പും ഈ ഒരു വൃത്തികെട്ട നയങ്ങളും എന്താണെന്നുള്ളത് നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ വൃത്തികെട്ട കളികൾക്ക് കേരളത്തിലെ ജനങ്ങൾ തന്നെ മറുപടി കൊടുക്കും, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളൊരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.